إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. بسم الله الرحمن الرحيم. إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. الذين يقيمون الصلاة ومما رزقناهم ينفقون أولئك هم المؤمنون حقا لهم درجات عند ربهم ومغفرة ورزق كريم. സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം പരമാവധി ജീവിതത്തിൽ പകർത്തി തഖ്വയോടുകൂടി ജീവിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നിയമനിർദ്ദേശങ്ങളെല്ലാം കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന സദ്വിശ്വാസികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, ഈമാനും തഖ്വയും ഉൾക്കൊണ്ട് ജീവിതം ക്രമീകരിക്കുക എന്നത് ഓരോ സത്യവിശ്വാസിയുടെയും ബാധ്യതയാണ്. ഓരോ വെള്ളിയാഴ്ചയും ഖുത്ബയിൽ നമ്മൾ ആവർത്തിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നതും അതാണ്. ഏത് ഖുത്ബയുടെയും ആമുഖത്തിൽ നമ്മളോട് ഉപദേശിക്കപ്പെടുന്നത് തന്നെ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി, സത്യവിശ്വാസികളെ, നിങ്ങളൊക്കെ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട പ്രകാരം സൂക്ഷിച്ചു മാത്രമേ നിങ്ങളെല്ലാവരും ജീവിക്കാവൂ എന്ന ഉപദേശം എല്ലാ ആഴ്ചയിലും നമ്മളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു. മാത്രവുമല്ല യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. എന്നിട്ട് പറയുന്നത് എന്താ? വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ, നാളത്തേക്ക് വേണ്ടി വല്ലതും ചെയ്തു വെച്ചിട്ടുണ്ടോ എന്ന് ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കണേ എന്നാണ് ഓരോ വെള്ളിയാഴ്ചയും നമുക്ക് ഉപദേശമായി കിട്ടിക്കൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈമാനും അതനുസരിച്ച പ്രവർത്തനങ്ങളും ഒരാളിൽ ഉണ്ടാകുമ്പോൾ മാത്രമേ അയാൾ യഥാർത്ഥ വിശ്വാസിയായി മാറുന്നുള്ളൂ. പരലോകത്ത് വിജയിക്കാനും അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ സാധിക്കുകയുമുള്ളൂ. അള്ളാഹു ആരാണെന്ന് കൃത്യമായി മനസ്സിലാക്കുക.
എന്നിട്ട് അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് അവനിലേക്ക് അടുക്കുകയും അവന് വേണ്ടിയുള്ള അമാലുകൾ ചെയ്യുകയും ചെയ്യുക. അങ്ങനെയാകുമ്പോൾ മാത്രമേ ഒരാളുടെ ഈമാൻ പൂർണ്ണമാകുന്നുള്ളൂ. അതുകൊണ്ടാണ് യഥാർത്ഥ മുഅ്മിനുകൾ ആരാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് വിവരിച്ചു തരുന്നതാണ്. സൂറത്തുൽ അംഫാലിൽ അല്ലാഹു തആല നമ്മോട് പറഞ്ഞൊരായത്താണ് നിങ്ങൾ ആദ്യം കേട്ടത്. അല്ലാഹു തആല നമ്മോട് പറയുന്നത് യഥാർത്ഥ മുഅ്മിനീങ്ങൾ ആര് മാത്രമാണെന്നാണ് എന്ന് നമ്മോട് വിവരിക്കുന്നുണ്ട്. അല്ലാഹു തആല പറഞ്ഞു നോക്കൂ, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജലത് ഖുലൂബുഹും. യഥാർത്ഥ മുഅ്മിനീങ്ങൾ എന്ന് പറയുന്നത് ഒരു വിഭാഗം ആളുകളാണ്. ഇദാ ദുക്കിറല്ലാഹു, അള്ളാഹുവിന് അവരോട് പറയപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വിഷയങ്ങൾ അവരോട് ഓർമ്മപ്പെടുത്തപ്പെടുമ്പോൾ വജിലത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയത്തിന് ഭയങ്ങളുണ്ടാകും. അഥവാ അള്ളാഹുവിന്റെ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് അള്ളാഹുവിന്റെ വിഷയത്തിൽ വല്ല വീഴ്ചയും വന്നുപോയിട്ടുണ്ടോ എന്നുള്ള ഒരു ഭയം അവർക്ക് ഹൃദയത്തിലുണ്ടാകും. അതാണ് അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെടുമ്പോൾ അവരുടെ ഹൃദയത്തിന് ഭയമുണ്ടാകും. മാത്രമല്ല അവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ. മാത്രമല്ല ഇന്നമൽ മുഅ്മിനൂൻ എന്ന അറബി വാചകത്തിൽ പറഞ്ഞാൽ തന്നെ ആ വാക്കിന്റെ അർത്ഥം അവര് മാത്രമാണ് മുഅ്മിനീങ്ങൾ എന്നാണ്. അവരല്ലാത്തവർ മുഅ്മിനുകൾ അല്ല എന്നുകൂടെ ആ വാക്കിനിക്ക് അർത്ഥം വരുന്നുണ്ട്. ഇന്നമൽ മുഅ്മിനൂൻ, യഥാർത്ഥ മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആളുകൾ മാത്രമാണ് മുഅ്മിനീങ്ങൾ. എന്താ പ്രത്യേകത? ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും, അള്ളാഹുവിന്റെ പേര് പറയപ്പെട്ടാൽ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വിഷയങ്ങൾ പറയപ്പെട്ടാൽ അവരുടെ ഹൃദയത്തിനിക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പേടി അവരുടെ ഹൃദയത്തിൽ, ഒരു ഭയം അവർക്കുണ്ടാകും. മാത്രമല്ല അള്ളാഹു വീണ്ടും പറയുന്നു, വൈദാ തുലിയത്ത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന. അള്ളാഹുവിന്റെ ആയത്തുകൾ അവരുടെ മേൽ ഓതപ്പെട്ട് കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതിക്കൊണ്ട് അവരോട് ഉത്ബോധന നടത്തപ്പെട്ടാൽ സാദത്തുഹും ഈമാന, അവരുടെ ഹൃദയത്തിൽ ഈമാൻ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ആളുകളാണ് മുഅ്മിനീങ്ങൾ. മാത്രവുമല്ല വഅലാ റബ്ബിഹിം യതവക്കലൂൻ, റബ്ബിൽ പൂർണ്ണമായി അവർ തവക്കുലാക്കുന്നവരുമാണ്. എന്തൊക്കെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായാലും അതൊക്കെ റബ്ബ് എനിക്ക് കണക്കാക്കിയതാണെന്ന് മനസ്സിലാക്കി റബ്ബിൽ തവക്കുലാക്കുന്നതിലും അവർക്കൊരു പ്രശ്നവുമില്ല. അങ്ങനെയുള്ള ആളുകളാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ. എന്നിട്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന ചില അടയാളങ്ങൾ കൂടി തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു പറയുന്നത്, അല്ലദീന യുഖീമൂനസ്സലാ, അവർ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരായിരിക്കും. ഒരു നിസ്കാരം എങ്ങാനും എന്നിൽ നിന്ന് തെറ്റിപ്പോകുമോ എന്നുള്ള പേടിയോടുകൂടി കൃത്യമായി വക്തിന് തന്നെ നിസ്കാരം അവർ നിർവഹിക്കുന്നവരായിരിക്കും. അല്ലദീന യുഖീമൂനസ്സലാ, കൃത്യമായി നിസ്കാരം നിർവഹിക്കുന്നവരാണ്. മാത്രവുമല്ല വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നാം അവർക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് അവർ ചെലവാക്കുന്നവരുമായിരിക്കും. പാവപ്പെട്ട ആളുകളെ പരിഗണിക്കുന്നവരായിരിക്കും. സാമ്പത്തിക വിശുദ്ധി കൈവരിക്കുന്നവരായിരിക്കും. ഇങ്ങനെയുള്ള ആളുകളാണ് യഥാർത്ഥമായ മുഅ്മിനീങ്ങൾ. എന്നിട്ട് അല്ലാഹു തആല അവരെ കുറിച്ച് പറഞ്ഞത്, ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ക, ഇവരാണ് യഥാർത്ഥത്തിൽ മുഅ്മിനുകൾ എന്ന് പറയുക. ഇതല്ലാത്ത രൂപത്തിൽ മുഅ്മിനിന്റെ വേഷത്തിൽ നടന്നാൽ അവർ യഥാർത്ഥ മുഅ്മിനീങ്ങൾ എന്ന് അവരെ കുറിച്ച് പറയാൻ പറ്റുകയില്ല. യഥാർത്ഥ മുഅ്മിനീങ്ങൾ എന്ന് പറയുന്നത് ഈ സ്വഭാവമൊക്കെ ആരിലുണ്ടോ അവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ. എന്താണ് അവർക്കുള്ള പ്രത്യേകത? വീണ്ടും അല്ലാഹു പറയുന്നു, അങ്ങനെ മുഅ്മിനായി ജീവിക്കുന്ന ആളുകളാണെങ്കിൽ ലഹും ദറജാത്തുൻ ഇൻദ റബ്ബിഹിം, റബ്ബിന്റെ അടുത്ത് അവർ ഉന്നതമായ സ്ഥാനങ്ങളൊക്കെ അല്ലാഹു തആല അവർക്ക് നൽകും. അത് പല രൂപത്തിലും അല്ലാഹു തആല അവർക്ക് ഉന്നതമായ സ്ഥാനങ്ങൾ നൽകും. അത് ഈ ദുന്യാവിലും നൽകാം, പരലോകത്തും നൽകാം. അതുകൊണ്ട് തന്നെ ലഹും ദറജാത്തുൻ ഇൻദ റബ്ബിഹിം, റബ്ബ് അവർക്ക് ഉന്നതമായ പല സ്ഥാനങ്ങളും നൽകുന്നതാണ്. ഓ മഗ്ഫിറത്തുൻ, റബ്ബിന്റെ ഭാഗത്തിൽ നിന്നുള്ള പാപമോചനങ്ങളും അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ലഭിക്കും. വരിസ്ഖുൻ കരീം, മഹത്തായ ഉപജീവനവും അല്ലാഹു തആല അവർക്ക് നൽകുക തന്നെ ചെയ്യുമെന്ന് അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് അല്ലാഹു തആല വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ യഥാർത്ഥ മുഅ്മിനീങ്ങൾ എന്ന് പറയുന്നത് ഈമാൻ ഉൾക്കൊള്ളുകയും അതനുസരിച്ചുള്ള തഖ്വയോടുകൂടെയുള്ള ജീവിതം നയിക്കുന്നവരുമാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ. ആ ഒരു ജീവിതത്തിലേക്ക് മനുഷ്യൻ എത്താൻ വേണ്ടിയാണ് ഓരോ വെള്ളിയാഴ്ചയിലും ഓരോ മിമ്പറിൽ നിന്നും ആളുകളോട് ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വൽതൻളുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, സത്യവിശ്വാസികളെ നാളത്തേക്ക് വേണ്ടി വല്ലതും ചെയ്തു വെച്ചിട്ടുണ്ടോ എന്ന് ഓരോരുത്തരും ചിന്തിക്കണമെന്ന്. ഈ വെള്ളിയാഴ്ച ഉപദേശിച്ചാൽ അടുത്ത വെള്ളിയാഴ്ച അത് നിൽക്കുന്നില്ല. വീണ്ടും വരുമ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയിൽ എന്തൊക്കെ സംഭവിച്ചു, അതുകൊണ്ട് വല്ലതും നേടാൻ കഴിയാത്ത ആളുകളുണ്ടെങ്കിൽ ഇതാ ഈ ഒരു വെള്ളിയാഴ്ചയും ഓർമ്മപ്പെടുത്തുന്നു, വൽ തൻളുർ നഫ്സുൻ
മാ ഖദ്ദമത് ലിഗദിൻ. നാളത്തേക്ക് വേണ്ടി വല്ലതും ചെയ്തു വെച്ചിട്ടുണ്ടോ എന്ന് ഓരോ ശരീരവും ചിന്തിച്ചു കൊള്ളട്ടെ. എനിക്ക് വേണ്ടി മറ്റുള്ളവർ ചെയ്തിട്ടുണ്ട് എന്നതല്ല ചിന്തിക്കേണ്ടത്, നാം നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നതാണ് ചിന്തിക്കേണ്ടത്. അതാണ് ഖുർആൻ ഓർമ്മപ്പെടുത്തിയതും വൽ തൻദുർ നഫ്സുൻ, എല്ലാ ശരീരവും നോക്കിക്കൊള്ളണം. മാ ഖദ്ദമത് ലിഗദിൻ, നാളത്തേക്ക് വേണ്ടി വല്ലതും ചെയ്തു വെച്ചിട്ടുണ്ടോ എന്ന്. അതാണ് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയത്. അങ്ങനെ നാളത്തേക്ക് വേണ്ടി വല്ലതും ചെയ്തു വെച്ചിട്ടുണ്ടോ എന്ന് ഓർത്തുകൊണ്ട് ആ രൂപത്തിൽ വിശ്വാസത്തോടൊപ്പം അവന്റെ കർമ്മങ്ങളും നന്നാക്കി കൊണ്ടുവരുന്ന ആളുകൾക്കാണ് ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖ, അവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ എന്ന് പറയുന്നത്. കേവലം ഞാൻ അല്ലാഹുവിലും റസൂലിലും വിശ്വസിച്ചു എന്ന് പറയുന്നതല്ല ഈമാൻ എന്ന് പറയുന്നത്. പണ്ഡിതന്മാർ ഈമാനെ വിവരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അൽ ഈമാനു ഖൗലുൻ വ അമലുൻ വ ഇഅ്തിഖാദുൻ യസീദു വ യൻഖുസ്. ഈമാൻ എന്ന് പറയുന്നത് കൗല്, വാക്കുകളുണ്ടാവും, വിശ്വാസമുണ്ടാകും, പ്രവൃത്തിയും ഉണ്ടാകും. ഇതെല്ലാം ഒരുമിച്ച് ചേരുന്നതാണ് ഈമാൻ. അതുകൊണ്ട് തന്നെ യസീദു, ഈമാൻ പലപ്പോഴും പല ആളുകളുടെയും ഈമാൻ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ വയങ്കുസ്, പല ആളുകളുടെയും ഈമാൻ നക്സ് കുറഞ്ഞുകൊണ്ടേയിരിക്കുകയും ചെയ്യും. അപ്പോൾ ഈമാനിന് വർധനവ് വരുന്നതുമുണ്ട്, ഈമാനിന് കുറവ് വരുന്നതുമുണ്ട്. കാരണം ഈമാൻ വാക്കുകളും പ്രവർത്തികളും വിശ്വാസങ്ങളും എല്ലാം അടങ്ങിയ ഒന്നാണ് ഈമാൻ എന്നാണ് പണ്ഡിതന്മാർ നമ്മോട് വിവരിച്ചത്. യഥാർത്ഥ ഈമാൻ ഉണ്ടായാൽ പ്രവൃത്തിയിലൂടെ അത് തെളിഞ്ഞു കാണുക തന്നെ ചെയ്യും. ഒരാൾക്ക് യഥാർത്ഥമായി ഈമാനാണ് അയാളിലുള്ളതെങ്കിൽ അത് അയാളുടെ ചെവിയിലൂടെയും കണ്ണിലൂടെയും കൈയിലൂടെയും കാതിലൂടെയും ഒക്കെ ആ ഈമാനിന്റെ ലക്ഷണം കൃത്യമായി തെളിഞ്ഞുകൊണ്ടേയിരിക്കും. പണ്ഡിതന്മാർ അതിനെ ഉപമിക്കുന്നത് ഒരു വീടിനോടാണ്. ഒരു വീടിൽ കരണ്ട് ശരിയായ രൂപത്തിലുണ്ട് എങ്കിൽ ആ കരണ്ട് ഉപയോഗിച്ചുകൊണ്ട് ആ സ്വിച്ച് ഇട്ടാൽ ഓരോ വസ്തുക്കളും ഓണായിക്കൊണ്ടേയിരിക്കും. ഫാനാണെങ്കിൽ അത് കറങ്ങിക്കൊണ്ടേയിരിക്കും, ലൈറ്റും ബൾബുകളും ഒക്കെ ആണെങ്കിൽ അത് കത്തിക്കൊണ്ടേയിരിക്കും. ഇതൊക്കെ നടക്കുന്നത് ആ കരണ്ട് ആ വീട്ടിലുള്ളത് കൊണ്ടാണ്. മറിച്ച് കരണ്ടില്ല എങ്കിൽ അതൊക്കെ നിഷ്ഫലമായിരിക്കും എന്ന രൂപത്തിലാണ് ഈമാൻ ഒരാളുടെ മനസ്സിൽ ശരിയായ രൂപത്തിലുണ്ടെങ്കിൽ ആ ഈമാനിന്റെ പ്രവർത്തനം അയാളുടെ കയ്യിലേക്ക് വന്നുകൊണ്ടിരിക്കും. ആ ഈമാനിന്റെ പ്രവർത്തനം അയാളുടെ ചെവിയിലേക്കും കണ്ണിലേക്കും കാലിലേക്കും അയാളുടെ ശരീരത്തിന്റെ നാനാഭാഗത്തേക്കും ആ ഈമാനിന്റെ പ്രവർത്തനം അതുമൂലം കാണാൻ സാധിക്കും. അപ്പോൾ ഈമാനുള്ള ആളുകൾ ഹറാമായ വസ്തുവിലേക്ക് നോക്കാൻ അയാൾക്ക് തോന്നുകയില്ല, ഹറാമായ വസ്തു എടുക്കാൻ അയാൾക്ക് തോന്നുകയില്ല, ഹറാമായ വസ്തുവിലേക്ക് നടന്നു പോവാൻ അയാൾക്ക് തോന്നുകയില്ല. ഇതൊക്കെ അയാളുടെ ഈമാൻ അയാളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതാണ് പണ്ഡിതന്മാർ ഈമാനിനെ കുറിച്ച് വിവരിച്ചത്. ഈ ഉദാഹരണം കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മുടെ ഈമാനിനെ ഇതേ രൂപത്തിൽ നാം കണക്ട് ചെയ്തിട്ടുണ്ടോ എന്നാണ് നാം ചിന്തിക്കേണ്ടത്. ഈമാൻ അനുസരിച്ചുള്ള പ്രവർത്തനം നമ്മുടെ ഭാഗത്തിൽ നിന്ന് വരുന്നുണ്ടോ? ആ വരുന്നുണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ട്, വരുന്നില്ലെങ്കിൽ ആ ഭാഗത്തേക്ക് നമ്മുടെ ഈമാൻ കണക്റ്റാക്കണമെന്നാണ് ഇത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഏത് ഭാഗത്തേക്കാണോ നമ്മുടെ ഈമാൻ കുറവുള്ളത് എങ്കിൽ ആ ഭാഗത്തേക്ക് ഈമാൻ ശരിയാക്കാൻ നമുക്ക് ശ്രദ്ധിക്കണം. പലപ്പോഴും പല ആളുകളുടെയും ഈമാൻ കുറവുള്ളത് നാവിന്റെ ഭാഗത്തേക്കായിരിക്കും. നാവ് കൊണ്ട് ഇസ്ലാം വിലക്കിയ പല കാര്യങ്ങളും സംസാരിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ നാവ് കൊണ്ട് ഇസ്ലാം വിലക്കിയ രൂപത്തിലുള്ള പല ഭക്ഷണങ്ങളും കഴിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ പല പാനീയങ്ങളും കുടിക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ള ആളുകളൊക്കെ മനസ്സിലാക്കേണ്ടത് നാവിന്റെ ഭാഗത്തേക്ക് എന്റെ ഈമാൻ വന്നിട്ടില്ല എന്നാണ്. അതുപോലെ കണ്ണിന്റെ ഭാഗത്തേക്ക് ഈമാൻ വന്നിട്ടുണ്ടോ എന്ന് നാം ശ്രദ്ധിക്കണം. ഹറാമായ വസ്തുക്കളാണോ നാം മൊബൈലിലൂടെയും മറ്റുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്കിൽ അവിടേക്ക് നമ്മുടെ ഈമാനിന്റെ കണക്റ്റിനെന്തോ ഒരു കുറവുണ്ട് എന്നാണത് സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഹറാമായ ഭാഗത്തേക്കാണ് നമ്മുടെ ചലനം കൂടുതലുള്ളത് എങ്കിൽ ആ ഭാഗത്തേക്ക് നമ്മുടെ ഈമാൻ പ്രവർത്തിച്ചിട്ടില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ നമ്മുടെ കൈയിന്റെ ഭാഗത്തേക്കും കാലിന്റെ ഭാഗത്തേക്കും ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഈമാനികമായ ആ പ്രകാശം എത്തിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രവർത്തനം അവിടെ കാണും എന്നതാണ് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് വിവരിച്ചത്. മാത്രവുമല്ല, അങ്ങനെ ഈമാനിന്റെ ലക്ഷണം എത്താത്ത ആളുകളാണെങ്കിൽ അവരെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നത് നോക്കൂ. വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും കൂടുതൽ ആളുകളെയും നാം തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ജഹന്നം എന്ന നരകത്തിന് വേണ്ടിയാണ്. ജഹന്നം എന്ന നരകത്തിലേക്ക് തള്ളിയിടാനാണ് കൂടുതൽ ആളുകളെയും നാം തയ്യാറാക്കി വെച്ചത് എന്ന് അല്ലാഹു തആല പറഞ്ഞതിന് ശേഷം എന്താണ് ആ ആളുകളുടെ പ്രത്യേകത? അല്ലാഹു തആല പറയുന്നു, ലഹും ഖുലൂബുൻ ലാ യഅഖിലൂന ബിഹാ.
അവർക്ക് ഹൃദയമുണ്ട്, പക്ഷെ ആ ഹൃദയം കൊണ്ട് വേണ്ട രൂപത്തിൽ അവർ ചിന്തിക്കുന്നില്ല. വലഹും അയ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ, അവർക്ക് കാഴ്ചയുണ്ട്, പക്ഷെ വേണ്ടത് കാണേണ്ട രൂപത്തിൽ അവരത് കാണുന്നില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, അവർക്ക് ചെവികളുണ്ട്, പക്ഷെ കേൾക്കേണ്ട രൂപത്തിൽ അവർ കേൾക്കുന്നില്ല. ചെവിയിലൂടെ പലതും കേൾക്കുന്നുണ്ട്, പക്ഷെ കേൾക്കുന്ന രൂപത്തിലായിട്ടില്ല. കണ്ണുകൊണ്ട് പലതും കാണുന്നുണ്ട്, പക്ഷെ കാണേണ്ട രൂപത്തിലായിട്ടില്ല. ഹൃദയത്തിലേക്ക് പലതും എത്തുന്നുണ്ട്, പക്ഷെ എത്തേണ്ട രൂപത്തിലായിട്ടില്ല. ഇങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹു തആല പറയുന്നത് വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്, മനുഷ്യരിൽ നിന്നായാലും ജിന്നുകളിൽ നിന്നായാലും ഒക്കെ ഇങ്ങനെയുള്ള ധാരാളം ആളുകൾ, അഥവാ ഈ വിശേഷണമുള്ള ആളുകൾ, ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, ഹൃദയമുണ്ടായിട്ട് മനസ്സിലാക്കാൻ തയ്യാറില്ലാത്ത ആളുകൾ, ചെവിയുണ്ടായിട്ട് കേൾക്കാൻ തയ്യാറില്ലാത്ത ആളുകൾ, കണ്ണുണ്ടായിട്ട് കാണാൻ തയ്യാറില്ലാത്ത ആളുകൾ, ഇവർക്ക് അല്ലാഹു തആല ജഹന്നം എന്ന നരകമാണ് തയ്യാറാക്കിയത് എന്ന് അല്ലാഹു തആല നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, നാമൊക്കെ ചിന്തിക്കേണ്ടത് ഓരോ ആയത്തുകളും ഓരോ ഹദീസുകളും ഒക്കെ കേൾക്കുമ്പോൾ അതിനനുസരിച്ച മാറ്റം നമ്മുടെ ജീവിതത്തിൽ നാം അതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നതാണ്. ആയത്തുകൾ ധാരാളമായി കേൾക്കുന്നു, പള്ളിയിൽ വരുമ്പോൾ മിമ്പറിൽ നിന്ന് ഉത്ബോധനങ്ങൾ കേൾക്കുന്നു. ആ ഉത്ബോധനം കേട്ടിട്ട് ആ ഉത്ബോധനത്തിൽ നിന്ന് ഇന്ന കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞല്ലോ, എന്റെ മനസ്സിലേക്ക് ഞാൻ അത് ഉൾക്കൊണ്ടിട്ടുണ്ടോ, അതിനനുസരിച്ച പ്രവർത്തനം എന്നിൽ നിന്നുണ്ടായിട്ടുണ്ടോ എന്ന് ഓരോ ആളുകളും ചിന്തിക്കേണ്ടതുണ്ട്. എന്നാൽ ദയനീയമായ അവസ്ഥയാണ് ഇന്ന് പല ഭാഗത്തും കണ്ടുകൊണ്ടിരിക്കുന്നത്. പള്ളിയിൽ നിന്ന് പല ഉത്ബോധനങ്ങളും കേൾക്കും, എന്നിട്ട് പുറത്തിറങ്ങിയാൽ പള്ളിയിൽ നിന്ന് കേട്ട ഉത്ബോധനം ലാ തഅകുലു റിബ, നിങ്ങൾ പലിശ തിന്നരുത് എന്നായിരിക്കും. എന്നിട്ട് നേരെ പോയിട്ട് പലിശക്ക് കൊടുക്കാനും പലിശക്ക് വാങ്ങാനും ഒക്കെ തയ്യാറാകുന്ന രൂപം പലപ്പോഴും കാണുന്നു. അല്ലെങ്കിൽ മിമ്പറിൽ നിന്ന് നാം കേട്ടത് ലാ തഅകുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, നിങ്ങൾ നിങ്ങളുടെ ഇടയിൽ അനാവശ്യമായി കട്ടെടുത്തുകൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പറ്റിച്ചുകൊണ്ടോ ചതിച്ചുകൊണ്ടോ അവരുടെ സമ്പത്തെടുക്കരുത് എന്നായിരിക്കും മിമ്പറിൽ നിന്ന് നാം കേട്ടിട്ടുണ്ടാവുക. എന്നിട്ട് അതൊക്കെ കേട്ട മനുഷ്യൻ തന്നെ പോകുന്നു ആളുകളുടെ എന്തെങ്കിലുമൊക്കെ വഞ്ചിച്ചെടുക്കാൻ അല്ലെങ്കിൽ പറ്റിച്ചെടുക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലൊക്കെ ആളുകളുടെ മുതലുകൾ കയ്യിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നിട്ട് അവനും അവകാശപ്പെടുന്നു ഞാനും മുഅ്മിനാണ് എന്ന്. ഇവിടെയാണ് അല്ലാഹു തആല നമ്മോട് കൃത്യമായി പറഞ്ഞത് ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ക എന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്ന് ഇവരൊക്കെ ഒഴിവാണ് എന്നാണ് അല്ലാഹു തആല പറഞ്ഞതിന്റെ ചുരുക്കം. അതുപോലെ പലതും നാം കേൾക്കുന്നു, ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം, ഒരാൾ മറ്റുള്ളവരെ പരിഹസിച്ച് സംസാരിക്കരുത്. അല്ലാഹു തആല കൃത്യമായി നമ്മോട് ഉപദേശിച്ചതാ. ഇത് പള്ളിയിൽ നിന്നും ഉത്ബോധന ക്ലാസുകളിൽ നിന്നൊക്കെ നാം കേട്ടുകൊണ്ടിരിക്കുന്നു. എന്നാലും ഒരങ്ങാടിയിലേക്ക് എത്തിയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾ ഒരുമിച്ച് കൂടുന്ന സദസ്സിലേക്ക് നാം എത്തിയാൽ മറ്റുള്ളവരെ കുറിച്ച് എന്തെങ്കിലും പറയാതിരുന്നാൽ പല നാവുകൾക്കും എന്തോ ഒരു അസ്വസ്ഥത അനുഭവപ്പെടുകയാണ്. ഇവിടെയാണ് ഈമാനിന്റെ കുറവ്, ഈമാനിന്റെ കണക്ഷൻ ശരിക്കും അവിടേക്ക് എത്തിയിട്ടില്ല എന്നതാണ് അതിൽ നിന്നൊക്കെ നാം മനസ്സിലാക്കേണ്ടത്. അതുപോലെ കൃത്യമായി നിസ്കരിക്കണമെന്നും നിസ്കാരത്തിൽ ഭയഭക്തി കാണിക്കണമെന്നും ഒക്കെ അള്ളാഹുവിന്റെ ഉപദേശങ്ങൾ നാം നിരന്തരമായി കേൾക്കുന്നു. എന്നിട്ടും ആ ഉപദേശത്തിനിക്കൊന്നും ഒരു വിലയും വെക്കാത്ത രൂപമാണ് എങ്കിൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ വലഖദ് ദറഅനാ ലിജഹന്നം കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്, മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും ഭൂരിഭാഗം ആളുകളെയും നരകത്തിനു വേണ്ടി തയ്യാറാക്കിയതാണ് എന്ന് പറയുന്ന വിഭാഗത്തിലേക്കാണ് നാം എത്തുക എന്നുള്ളത് നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഓരോ ഉത്ബോധനങ്ങളും കേൾക്കുമ്പോൾ ആ ഉത്ബോധനത്തിനനുസരിച്ച മാറ്റം നമ്മിൽ നിന്നുണ്ടാകുമ്പോഴാണ് ആ ഉത്ബോധനം അയാളിൽ ഫലിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. അതുകൊണ്ട് മാത്രമേ പരലോകത്ത് ഉപകാരവുമുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മഹാന്മാരായ സ്വഹാബത്തൊക്കെ ഒരു ഉപദേശം കേട്ടാൽ ആ ഉപദേശത്തിനനുസരിച്ച് അവരുടെ ജീവിതത്തെ മാറ്റിയെടുത്തവരായിരുന്നു. എന്തൊക്കെയാണോ ദീനിയായ വിഷയത്തിൽ അവർക്ക് ആ രൂപത്തിലുള്ള താല്പര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൈബർ യുദ്ധ ദിവസത്തിന്റെ തലേ ദിവസം മഹാന്മാരായ സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ലഉതിയന്ന ഹാദിഹി റായത ഗദൻ ലിമൻ യുഹിബ്ബുല്ലാഹ വറസൂല, ഞാൻ നാളെ ഈ കൊടി കൊടുക്കുന്നത് ഖൈബറിൽ യുദ്ധത്തിൽ പങ്കെടുക്കുമ്പോൾ ആ യുദ്ധത്തിന് നേതൃത്വം വഹിക്കാൻ വേണ്ടി ആ യുദ്ധത്തിലേക്കുള്ള ആ ക്യാപ്റ്റനായി ഞാൻ കാണുന്നത് ഒരു മനുഷ്യനെയായിരിക്കും. യുഹിബ്ബുല്ലാഹ വറസൂല, അയാൾ അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെട്ട മനുഷ്യനാണ്. ആ ആളുടെ കയ്യിലാണ് ഞാൻ നാളെ ഈ കൊടി കൊടുക്കുക എന്ന് പ്രവാചകൻ പറഞ്ഞു. ഒരാളുകളും
ആ ഉത്ബോധനം കേട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ അവരുടെ ചിന്ത വരുന്നത് പ്രവാചകൻ അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്ന ആളുകൾക്കാണ് ആ കൊടി കൊടുക്കുക എന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് എനിക്കാ കൊടി കിട്ടുമോ, എങ്കിൽ എനിക്ക് ആ കൊടി കിട്ടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന രൂപത്തിലുള്ള ചിന്തയും സംസാരവുമായിരുന്നു അവർക്കുണ്ടായിരുന്നത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തബൂക്ക് യുദ്ധത്തിന് വേണ്ടിയിട്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ക്ഷണമുണ്ടായി. തബൂക്കിൽ യുദ്ധം അനിവാര്യമായി വരുന്നു. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് യുദ്ധത്തിന് പോവേണ്ടതുണ്ട്. അതുകൊണ്ട് ആരൊക്കെയാണ് അതിന് തയ്യാറുള്ളത് എന്ന് പറഞ്ഞ സമയത്ത് പല ആളുകളും യുദ്ധത്തിന് തയ്യാറായി വന്നു. കൂട്ടത്തിൽ ചില ആളുകൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, നബിയെ, ഞങ്ങൾക്ക് യുദ്ധത്തിന് പോരാൻ വല്ലാത്ത താല്പര്യമുണ്ട്, പക്ഷേ യുദ്ധത്തിന് ഞങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള വാഹനമില്ല, അല്ലെങ്കിൽ യുദ്ധത്തിൽ പങ്കെടുക്കാൻ അനിവാര്യമായ യുദ്ധസാമഗ്രികൾ ഞങ്ങളുടെ കൂട്ടത്തിലില്ല. അതുകൊണ്ട് നിങ്ങളെങ്ങാനും ഞങ്ങൾക്ക് തന്ന് സഹായിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കും നിങ്ങളുടെ കൂടെ പോരാമെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞ മറുപടി വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. നിങ്ങളെയും കൂടി കൊണ്ടുപോകാനുള്ള കഴിവ് ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് വളരെ തുച്ഛമായ രൂപത്തിലുള്ള ആയുധങ്ങളും ഉപകരണങ്ങളുമാണ് ഉള്ളത്. വാഹനമാണെങ്കിൽ കുറവാണ്. അവർക്ക് സഞ്ചരിക്കാൻ മാത്രമുള്ളത് തന്നെ അവർക്ക് തികയില്ല. ഈ രൂപത്തിലാണുള്ളത് എന്ന് പറയുമ്പോൾ ഇവര് ദുഃഖത്തോടുകൂടി പിരിഞ്ഞു പോകുന്നതിനെ കുറിച്ച് ഖുർആൻ പറയുന്നു. നോക്കൂ, തവല്ലവ അയ്യുനുഹും തഫീലു മിനദ്ദം. യുദ്ധത്തിലേക്ക് പങ്കെടുക്കാൻ സാധിക്കാത്തതിന്റെ പേരിൽ തവല്ലവ് അവർ പിന്തിരിഞ്ഞു പോകുന്നു. ഏത് രൂപത്തിലാ പിന്തിരിഞ്ഞു പോകുന്നത്? വഅയ്യുനുഹും തഫീലു മിനദ്ദം. അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകിക്കൊണ്ടാണ് ആ യുദ്ധത്തിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ലല്ലോ, പ്രവാചകൻ അതിലേക്ക് ക്ഷണിച്ചിട്ട് ഞങ്ങൾക്കതിന് പോവാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു ചിന്തയോടുകൂടി കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ടാണ് അവർ ഹസനൻ ദുഃഖത്താൽ കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ടാണ് അവർ ആ നബിയുടെ പ്രവാചകന്റെ സദസ്സിൽ നിന്ന് പിന്തിരിഞ്ഞു പോയത് എന്ന് ആ മഹാന്മാരായ സ്വഹാബത്തിനെ കുറിച്ച് ഖുർആൻ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. അവരുടെ ഈമാനിന്റെ ശക്തിയാണ് അവിടെയൊക്കെ നമ്മൾ കാണുന്നത്. എന്തുകൊണ്ട്? പ്രവാചകനിൽ നിന്ന് കേൾക്കുന്ന ഉപദേശങ്ങൾ അവരുടെ ചെവിട്ടിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിലേക്കൊക്കെ പൂർണ്ണമായി പ്രവേശിച്ചിരുന്നു. ആ ഒരു പ്രവേശനം ഇന്ന് കുറവായതുകൊണ്ടാണ് ആളുകൾക്ക് ഉപദേശങ്ങൾ കേട്ടാലും ആളുകൾ പഴയ രൂപത്തിൽ തന്നെ പിന്നെയും പിന്നെയും ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ പല ആയത്തുകൾ ഇറങ്ങുമ്പോൾ ആ ആയത്തിനനുസരിച്ച് തങ്ങളുടെ ജീവിതം എങ്ങനെ മാറ്റാമെന്നായിരുന്നു മഹാന്മാരായ സ്വഹാബത്തൊക്കെ ചിന്തിച്ചിരുന്നത്. മഹാനായ സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം നാമൊക്കെ പലപ്പോഴും കേട്ടതാണ്. പ്രവാചകന്റെ സന്നിധിയിൽ വെച്ച് ഉച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല, അത് പ്രവാചകനോടുള്ള ഒരു അനാദരവാണ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തിറങ്ങുകയുണ്ടായി. സൂറത്തുൽ ഹുജറാത്തിൽ നമുക്കത് കാണാം. യാ അയ്യുഹല്ലദീന ആമനു ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. സത്യവിശ്വാസികളെ, നിങ്ങളാരും പ്രവാചകന്റെ സന്നിധിയിൽ വെച്ച് പ്രവാചകന്റെ ശബ്ദത്തെക്കാൾ ശബ്ദമുയർത്തി സംസാരിക്കാൻ പാടില്ല. അങ്ങനെ സംസാരിക്കുന്നത് പ്രവാചകനോട് നിങ്ങൾ കാണിക്കുന്ന അദബുകേടാണ്. അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ അറിയാത്ത ഭാഗത്തിലൂടെ നിങ്ങളുടെ അമലുകൾ മുഴുവൻ ബാത്തിലായി പോകും. അത് പ്രവാചകനെ നിങ്ങൾ ധിക്കരിക്കുന്ന സ്വഭാവം നിങ്ങളുടെ ഭാഗത്തിൽ ഉണ്ടാവരുത് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ആയത്തിറങ്ങി സൂറത്തുൽ ഹുജറാത്തിൽ. മഹാനായ സാബിത്ത് ഇബ്നു ഖൈസ് പലപ്പോഴും പ്രവാചകന്റെ സന്നിധിയിൽ വെച്ച് അദ്ദേഹം ശബ്ദം കൂടിയ ആളായിരുന്നു. സാബിത്ത് ഇബ്നു ഖൈസ് എന്ന് പറയുന്ന സ്വഹാബി പ്രവാചകന്റെ സന്നിധിയിൽ വെച്ച് അദ്ദേഹം ശബ്ദത്തിൽ പലപ്പോഴും സംസാരിക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് പേടിയായി. വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങിയിട്ടുണ്ടല്ലോ, പ്രവാചകന്റെ സന്നിധിയിൽ വെച്ച് പ്രവാചകൻ ഏതൊരു ശബ്ദത്തിലാണോ ശബ്ദിക്കുന്നത് അതിനേക്കാളും ഉച്ചത്തിൽ സംസാരിക്കുന്നത് പ്രവാചകനോടുള്ള അനാദരവാണ്. അങ്ങനെ ചെയ്തു പോയാൽ അമലുകൾ മുഴുവൻ ബാത്തിലായി പോകുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് എന്റെ അമല് മുഴുവൻ ബാത്തിലായി പോയിട്ടുണ്ടാവുകയില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം വളരെ ദുഃഖിതനായി വീട്ടിൽ ഒതുങ്ങിക്കൂടിയിരുന്നു എന്നൊക്കെ തഫ്സീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നാമൊക്കെ കൃത്യമായി മനസ്സിലാക്കേണ്ടത്, ഉത്ബോധനങ്ങൾ കേൾക്കുമ്പോൾ ആ ഉത്ബോധനത്തെ അനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മിലുണ്ടാവണം. മഹാന്മാരായ സ്വഹാബത്തിന്റെ ഒക്കെ ചരിത്രം എടുത്തു നോക്കിയാൽ നമുക്കിതാണ് കാണാൻ സാധിക്കുക. ഒരു ഉത്ബോധനം കേട്ടാൽ അങ്ങനെയാണല്ലോ പ്രവാചകനും അള്ളാഹുവും ഒക്കെ കൽപ്പിച്ചത്, അങ്ങനെയാണല്ലോ, എങ്കിൽ എന്റെ ജീവിതം ഇനി അങ്ങനെയാവട്ടെ എന്നായിരുന്നു ചിന്തിച്ചിരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഖുറൈമുൽ അസദി എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു പ്രവാചകന്റെ കാലത്ത്. അദ്ദേഹം മുടി വല്ലാതെ നീട്ടി വളർത്തിയിരുന്ന ആളാണ്. അതുപോലെ വസ്ത്രം
ധരിച്ചിരുന്ന വസ്ത്രം നെരിയാണിയുടെ താഴ്ഭാഗത്തേക്കൊക്കെ ഇറങ്ങി റോട്ടിലൂടെയൊക്കെ വലിച്ചു നടക്കുന്ന രൂപത്തിൽ വസ്ത്രം ധരിക്കുകയും മുടിയൊക്കെ ഇങ്ങോട്ട് നീട്ടി വളർത്തുകയും ചെയ്ത ആളായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് പ്രവാചകൻ ഒരിക്കൽ മറ്റുള്ളവരോട് എന്തോ സംസാരിക്കുന്ന കൂട്ടത്തിൽ പ്രവാചകൻ പറഞ്ഞു, നേമർ റജുലു ഖുറൈമുൽ അസദി ലൗലാ തൂലു ജുമ്മത്തിഹി വ ഇസ്ബാലു ഇസാരി. ഖുറൈമുൽ അസദി എല്ലാ കാര്യത്തിലും നല്ല മനുഷ്യനൊക്കെ തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിൽ 2 ന്യൂനതയാണുള്ളത്. അദ്ദേഹത്തിന്റെ മുടി ഇതേ രൂപത്തിൽ ഇങ്ങോട്ട് ഇറക്കിയ രൂപത്തിലാണ് അദ്ദേഹം മുടി വളർത്തിയിരിക്കുന്നത്. അതുപോലെ അദ്ദേഹത്തിന്റെ വസ്ത്രം പലപ്പോഴും നെരിയാണിയുടെ താഴെ നിലത്ത് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 2 ന്യൂനതകൾ ഇല്ലായിരുന്നു എങ്കിൽ നേമർ റജുൽ, ആ മനുഷ്യൻ വളരെ നല്ല മനുഷ്യനാണ് എന്ന് പ്രവാചകൻ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്. ആരോ പോയിട്ട് അദ്ദേഹത്തോട് പറയേണ്ട താമസം, വേഗം പോയി അദ്ദേഹം മുടി വെട്ടി ചെറുതാക്കിയെന്നും വസ്ത്രം കയറ്റിയുടുത്ത് എന്നുമൊക്കെ ചരിത്രത്തിൽ ഹദീത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതായിരുന്നു മഹാന്മാരായ സ്വഹാബത്തിൽ ഉത്ബോധനമുണ്ടാക്കിയ നേട്ടങ്ങൾ. ആ രൂപത്തിലായിരിക്കണം സത്യവിശ്വാസി. അങ്ങനെയുള്ള ഉത്ബോധനം കേട്ടിട്ട് അതിനനുസരിച്ചുള്ള മാറ്റങ്ങളാണ് നാമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിരിക്കേണ്ടത്. അതിനുവേണ്ടി നമ്മളൊക്കെ പ്രത്യേകമായി പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി നാം എവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പൂർവികരായ സ്വഹാബത്ത് അവരുടെ ഈമാൻ അവരുടെ പ്രവർത്തനങ്ങളിലൂടെ പ്രത്യക്ഷമായിരുന്നു എന്നതാണ് നാം പറഞ്ഞു വന്നത്. അള്ളാഹുവിന്റെയും റസൂലിന്റെയും ഒക്കെ തൃപ്തിയായിരുന്നു അവരൊക്കെ കാംക്ഷിച്ചിരുന്നത്. എന്തൊക്കെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിക്കേണ്ടി വന്നാലും അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ടായി അല്ലെങ്കിൽ റസൂലിന്റെ തൃപ്തിയൊക്കെ ഒരാൾക്കുണ്ടായാൽ അത് തന്നെ മതി എന്നതായിരുന്നു അവരൊക്കെ ചിന്തിച്ചിരുന്നത്. പക്ഷേ ഇന്ന് ആളുകളുടെ അവസ്ഥകളൊക്കെ മൊത്തത്തിൽ മാറിയതായിട്ടാണ് നാം പലപ്പോഴും കാണാറുള്ളത്. പലതും വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. പല ആളുകളും പറയുന്ന ആളുകളായാലും കേൾക്കുന്ന ആളുകളുമായാലും ഒക്കെ ആ കേൾക്കുന്നത് അല്ലെങ്കിൽ ആ പറയുന്നത് അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു പോവുക എന്നതല്ലാതെ അതിനനുസരിച്ചുള്ള ഒരു മാറ്റം പലപ്പോഴും കാണാറില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് നാവിലൂടെ 1000 വട്ടമോ 10,000 വട്ടമോ ഉച്ചരിക്കുന്ന ആളുകളുണ്ടാവും. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഒരു പ്രതിഫലനം അവിടെ കാണുന്നില്ല. അള്ളാഹു മാത്രമേ ആരാധനയ്ക്ക് അർഹനുള്ളൂ എന്ന മഹത്തായ ഒരു സന്ദേശമാണ് ആ പ്രചരിപ്പിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നാവിലൂടെ അവൻ ഉച്ചരിക്കുന്നുണ്ടാവും. എന്നിട്ടും അവന്റെ തവക്കുൽ അള്ളാഹുവിലേക്ക് ഇല്ലാതെ പോകുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 100 വട്ടവും 1000 വട്ടവും ഒക്കെ ആവർത്തിച്ച് പറയുന്ന മനുഷ്യൻ, അവന് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ അവൻ അതിന് അഭയമായി കാണുന്നത് ജാറങ്ങളെയും ദർഗകളെയുമാണ്. എന്നിട്ട് അവനും പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 100ഉം 1000ഉം വട്ടമൊക്കെ. അതുപോലെ നിസ്കാരത്തിൽ പ്രതിജ്ഞ എടുക്കുന്ന ആളുകൾ, ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, എന്റെ എല്ലാ കർമ്മങ്ങളും, നിസ്കാരമായാലും നോമ്പായാലും ഏത് കർമ്മമായാലും എത്രത്തോളം എന്റെ ജീവിതവും മരണവും മുഴുവൻ അള്ളാഹുവിനിക്കാണ് എന്ന് പ്രതിജ്ഞ എടുക്കുന്ന ആളുകൾ, എന്നിട്ട് പുറത്തു പോയാൽ ഈ പ്രതിജ്ഞ മാത്രമേ ഉള്ളൂ. മറിച്ച് പുറത്തു പോയാൽ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അള്ളാഹുവിനിക്ക് ഇഷ്ടമില്ലാത്ത തൊഴിലുകളിലാണ് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ തൊഴിലുകളിൽ തന്നെ അള്ളാഹുവിനിക്ക് ഇഷ്ടപ്പെടാത്ത പ്രവൃത്തിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് കൃത്യമായി കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടത്. പോകുന്ന വഴിയിൽ പലപ്പോഴും ലോട്ടറി കണ്ടാൽ അതെടുക്കുന്ന ആളുകളുണ്ടാവും, അല്ലെങ്കിൽ അതുപോലുള്ള പലിശക്ക് കൊടുക്കുന്ന ആളുകളുണ്ടാവും. എന്നിട്ട് അവരൊക്കെ അവകാശപ്പെടുന്നത് ഞാനൊക്കെ മുഅ്മിനാണ് എന്നത് തന്നെയാണ്. ഇവിടെയാണ് അല്ലാഹു തആല നമ്മോട് പറഞ്ഞ ആയത്തിന്റെ പ്രസക്തി നാം ഒക്കെ കാണേണ്ടത്. അതുകൊണ്ട് കൃത്യമായി നമ്മുടെ ജീവിതത്തെ ഈമാനുമായി ബന്ധപ്പെടുത്തുക. ഈമാനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ശരീരത്തിൽ നിന്നുണ്ടാകുമ്പോൾ മാത്രമേ അയാൾ യഥാർത്ഥ മൂമിനാവുകയുള്ളൂ. അല്ലാത്ത കാലത്തോളം പേരിൽ മൂമിനാണെന്ന് പറഞ്ഞതുകൊണ്ട് പരലോകത്ത് അതൊരിക്കലും ഉപകാരപ്പെടുകയില്ല എന്ന കാര്യം നാം ഒക്കെ വളരെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറായ കാര്യങ്ങൾ മുഴുവൻ കേൾക്കാനും അത് ജീവിതത്തിൽ ഉൾക്കൊള്ളാനും നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ ഇന്ന് വന്നുപോയ മുഴുവൻ തെറ്റുകളും അല്ലാഹു തആല നമുക്ക് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബങ്ങൾ, മുഴുവൻ ആളുകളുടെയും
പരലോക ജീവിതം അള്ളാഹു റാഹത്തും ബറക്കത്തും നിറഞ്ഞാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുടെ രോഗങ്ങൾ അള്ളാഹു താല വേഗത്തിൽ സുഖപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أحسن عواقبنا في الأمور كلها وأجرنا من خزي الدنيا وعذاب الآخرة. اللهم أصلح لنا ديننا الذي هو عصمة أمرنا، وأصلح لنا دنيانا التي فيها معاشنا، وأصلح لنا آخرتنا التي فيها معادنا، واجعل الحياة زيادة لنا في كل خير، واجعل الموت راحة لنا من كل شر. اللهم مغفرتك أوسع من ذنوبنا ورحمتك أرجى عندنا من أعمالنا. اللهم خفف عنا ثقل الأوزار وارزقنا معيشة الأبرار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.